പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 1 തിമോഥെയോസ് 1-ാം അധ്യായം 12-ാം വാക്യം. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പസ്തോലനെ പൗലോസ് ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ ആരാധിപ്പാൻ തൻ്റെ ജീവിതത്തിൻ്റെ കാരണത്തെയാണ് ഇവിടെ വിവരിക്കുന്നത്. പ്രിയരെ, ഇന്ന് പകൽക്കാലവും ഇതേ കാരണം നമ്മുടെ ജീവിതത്തിലുമുണ്ട്. നമ്മയും ദൈവം ഇതുപോലെ നടത്തിയതിനാൽ നമുക്കും അധരങ്ങൾ തുറന്ന് ദൈവത്തിന് നന്ദി പറയാം. എല്ലാ സ്തുതികൾക്കും എല്ലാ ആരാധനയ്ക്കും ഹല്ലേലൂയ കാരണഭൂതനായ, ഹല്ലേലൂയ ഉടയവനായ, ഹല്ലേലൂയ അതിന് യോഗ്യനായ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അവൻ നിത്യരാജാവ്, അവൻ അക്ഷയൻ, അദൃശ്യനായ ഏകദൈവം. അവനാ എല്ലാ മഹത്വവും എല്ലാ സ്തുതിയും. എന്തുകൊണ്ടാണ് അപ്പസ്തോലനായ പൗലോസ് ദൈവത്തെ ആരാധിക്കുന്നത്? എന്തുകൊണ്ട് നാമും ദൈവത്തെ ആരാധിക്കണം? ഒന്ന്, ഹല്ലേലൂയ, അവൻ നമുക്കൊരു ശുശ്രൂഷ തന്നു. ഇവിടെ ഈ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ എനിക്ക് ശുശ്രൂഷയ്ക്ക് എന്നെ ആക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. പ്രിയരെ, ഒരു ശുശ്രൂഷ, ഒരു മിനിസ്ട്രി, ഒരു വേല ദൈവം നമുക്കെല്ലാവർക്കും തന്നിട്ടുണ്ട്. നമ്മെ ദൈവം അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയപ്പോൾ അവൻ വൃഥാവിലല്ല നമ്മെ ഉണ്ടാക്കിയത്, വ്യർത്ഥമായിട്ടല്ല നമ്മെ നിർമ്മിച്ചത്. നമ്മെ ഉണ്ടാക്കിയതിൻ്റെ പുറകിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഹല്ലേലൂയ ഏറ്റവും മഹത്തരമായ ഒരു സൃഷ്ടി അത്രേ. അതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ അതിശയകരവും ഭയങ്കരവുമായി നമ്മെ നിർമ്മിച്ചപ്പോൾ ദൈവം നമ്മെ ഓരോ സ്ഥാനത്തേക്ക് കണ്ട് ഉണ്ടാക്കിയതാ. അങ്ങനെയെങ്കിൽ ദൈവം തന്ന ഓരോ ശുശ്രൂഷയ്ക്കും ദൈവം നമ്മെ ബലപ്പെടുത്തുന്നതിനാൽ സ്തോത്രം. ദൈവം തന്ന ശുശ്രൂഷയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒരുപക്ഷെ നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൻ്റെ ജീവിതത്തിൽ, ശുശ്രൂഷ മണ്ഡലത്തിൽ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ഒരു ഉദ്ദേശമുണ്ട്. ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ ഒരുപക്ഷെ ഒരു മകനായിരിക്കാം, ഒരു മകളായിരിക്കാം, ഒരു അമ്മയായിരിക്കാം, ഒരു അപ്പനായിരിക്കാം, ഒരു പിതാവായിരിക്കാം, ഒരു മാതാവായിരിക്കാം, ഒരു ജോലിക്കാരനായിരിക്കാം. പ്രിയരെ, നിങ്ങൾ എവിടെയായിരുന്നാലും അത് ദൈവം തന്ന ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷ ദൈവം തന്നതെന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് അതുകൊണ്ട് തന്ന ശുശ്രൂഷയെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയാൻ പറ്റത്തില്ല. ദൈവമാണ് ആ ശുശ്രൂഷയിലാക്കിയത്, ദൈവമാണ് ആ കുടുംബജീവിതം തന്നത്, ദൈവമാണ് ആ വേല തന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 2, ഹല്ലേലൂയ, ഈ വാക്യത്തിൽ അപ്പസ്തോലനായ പൗലോസ് പറയുന്നു, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു. പ്രിയരെ, നമുക്ക് ശക്തി നൽകുന്നത് ദൈവമാണ്. നമ്മെ ഒരു വേലയ്ക്കകത്ത് കൊണ്ട് നിർത്തിയെങ്കിൽ, ഒരു വേലയെ നമ്മെ ഏൽപ്പിച്ചെങ്കിൽ അത് ചെയ്യാനുള്ള ശക്തി ദൈവം തരും. പ്രിയരെ, ഒരു ഓട്ടക്കളത്തിൽ നമ്മെ കൊണ്ട് നിർത്തിയോ, ഓട്ടം ഓടിത്തീർക്കുവാൻ, ആ ഓട്ടക്കളത്തിൽ അന്ത്യത്തോളം ഓടുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തും. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ അപ്പസ്തോലനായ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രിയരെ, ഒരു വേല നമ്മെ ഏൽപ്പിച്ചാൽ ഹല്ലേലൂയ അത് നന്നായി ചെയ്യാൻ അവൻ നമ്മെ ബലപ്പെടുത്തും. അവൻ്റെ കൃപ മതി, അത് നമ്മുടെ ബലഹീനതയിൽ നമ്മെ ബലപ്പെടുത്തും. അവൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കും. അവൻ്റെ വചനത്താലുള്ള ശക്തി അവൻ നമുക്ക് തരും. അവൻ്റെ രക്തത്തിൻ്റെ ശക്തി അവൻ നമുക്ക് പകർന്നു തരും. ഇന്ന് പകൽക്കാലവും നമ്മെ ഏത് വേലയിലാണോ ദൈവം നിർത്തിയത്, ആ വേല ചെയ്യാൻ, ആ വേലയ്ക്ക് വേണ്ടുന്ന ശക്തി കർത്താവ് നമുക്ക് തരും. പലരും തുടങ്ങിയിട്ട് പൂർത്തീകരിപ്പാൻ കഴിയാതെ, അതിനുള്ള ശക്തിയില്ലാതെ, കഴിവില്ലാതെ നിൽക്കുമ്പോൾ നമുക്കൊന്ന് വിളിച്ചു പറയാൻ സാധിക്കുമോ? നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി ദൈവത്തിൻ്റെ ദാനമാണ്. അവൻ ശക്തി തന്നു. നമ്മിൽ നല്ല പ്രവൃത്തി തുടങ്ങിയവൻ അത് പൂർത്തീകരിപ്പാൻ മതിയായ ദൈവമത്രേ. നല്ല വേല തുടങ്ങിയ ദൈവം അത് പൂർത്തീകരിപ്പാൻ നമ്മെ ബലപ്പെടുത്തും. ഒന്ന്, ദൈവം നമുക്ക് ശുശ്രൂഷ തന്നു, അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2, ആ ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന ശക്തി, ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന ഹല്ലേലൂയ ബലം ദൈവം നമുക്ക് തന്നു. ഇതാ 3-ാമതായി ഹല്ലേലൂയ അപ്പസ്തോലൻ ഈ വാക്യത്തിലൂടെ പറയുന്ന 3-ാമത്തെ സന്ദേശം,
നമ്മുടെ കർത്താവ് നമ്മെ വിശ്വസ്തനെന്ന് എണ്ണി. പ്രിയരെ, നമ്മെ ഒരു വേലയ്ക്ക് ഏൽപ്പിച്ചെങ്കിൽ ആ വേലയ്ക്ക് കൊള്ളാവുന്നവനെന്ന്, വിശ്വസ്തനെന്ന്, അത് ചെയ്യാൻ ഇവനെ കൊണ്ട് പറ്റുമെന്ന് കർത്താവ് കണ്ടു. ലോകത്തിൽ പലരും പറയും, അല്ലെങ്കിൽ ഒരുപക്ഷെ നിന്നെ കൊണ്ട് കഴിയത്തില്ല, നിനക്കതിനുള്ള കപ്പാസിറ്റി ഇല്ല, നിനക്കതിനുള്ള യോഗ്യതയില്ല, നിനക്കതിനുള്ള ഗുണഗണങ്ങളില്ല, നീ തുടങ്ങിയെങ്കിൽ നിന്നെക്കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല, നീ കാര്യമായിട്ട് ചെയ്യാൻ കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നെഗറ്റീവ് അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങൾ പറയുമ്പോൾ കർത്താവ് പറയുന്നു, നീ വിശ്വസ്തനാ, നീ കൊള്ളാവുന്നവനാ, നിന്നെക്കൊണ്ട് അത് പറ്റും. അങ്ങനെ പറഞ്ഞ ഒരു ദൈവം ഹല്ലേലൂയ എന്നെ കൊള്ളാവുന്നവനെന്ന് എണ്ണി, എന്നെ വിശ്വസ്തനെന്ന് എണ്ണി, എന്നെക്കൊണ്ട് പറ്റുമെന്ന് കർത്താവ് കണ്ടു. അതാ നമ്മുടെ ഏറ്റവും വലിയ ബലം. പലരും കൂടെ നിൽക്കാതിരുന്നപ്പോൾ, പലരും തള്ളിക്കളഞ്ഞപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും കൈവിട്ടാലും കൈവിടാത്തവൻ, ബലപ്പെടുത്തുന്ന നമ്മുടെ കർത്താവ് ഇന്ന് പകൽക്കാലവും മതിയായവൻ. അവൻ നമ്മെ കണ്ടിട്ട് പറഞ്ഞു, നീ എനിക്ക് പ്രിയപ്പെട്ടവനാ, നീ എനിക്ക് ബഹുമാന്യനാ, നീ കൊള്ളാവുന്നവനാ. പ്രിയരെ, നമ്മുടെ ഒരു യോഗ്യതയും കണ്ടിട്ടല്ല, അവൻ്റെ സ്നേഹത്തിൽ അവൻ അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവത്തെ എന്തുകൊണ്ട് സ്തുതിക്കണം? ഒന്ന്, നമുക്ക് തന്ന ശുശ്രൂഷയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. രണ്ട്, ദൈവം തന്ന ശക്തിയെ ഓർത്ത്, ദൈവം ബലപ്പെടുത്തിയതോർത്ത്, ശക്തീകരിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. മൂന്ന്, ദൈവം നമ്മെ കൊള്ളാവുന്നവനെന്ന് കണ്ടു, വിശ്വസ്തനെന്ന് കണ്ടു, കർത്താവിൻ്റെ വേലയ്ക്ക് നമ്മളെ ആക്കി. ദൈവം നമ്മളെ കൊള്ളാവുന്നവനെന്ന് കണ്ടതിനാൽ, നമ്മെ പ്രിയപ്പെട്ടവരെന്ന് കണ്ടതിനാൽ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.